നമ്മൾ ഈ ഗണത്തിലെ വിശ്വാസികളാകേണ്ട. അപ്പോൾ നമ്മൾ പരിഹാരമായിരിക്കും, നമ്മളിന്ന് മാതൃക ഉണ്ടാകും. പലപ്പോഴും ഞാൻ എൻ്റെ ടോക്കുകളിൽ ഒരു വ്യക്തി അർമേനിയയിലെ ഒരു ഇസ്ലാമിക പ്രബോധകന്റെ സംഭവം കൊണ്ടുവരാറുണ്ട്. നമ്മൾ ഭയങ്കര ഹൃദയസ്പർക്കിയായി നമ്മൾ ഭയങ്കരമായി സ്വാധീനിച്ചൊരു കാര്യമാണ്. ഇയാൾ എന്ത് ചെയ്തു വെച്ചാൽ തുർക്കിയിൽ പോയി. ഈ അർമേനിയക്കാരൻ മനുഷ്യൻ ക്രിസ്ത്യാനി, അയാൾ ക്രിസ്ത്യൻസ് മെജോറിറ്റിയുള്ള പ്രദേശമാണ്. പോയി തുർക്കിയിൽ പോയപ്പം അവരിങ്ങനെ പോയി ഭയങ്കര ഒരു ഗ്രാമപ്രദേശത്തെത്തി. ഒരുപാട് കൃഷിയൊക്കെ ചുറ്റിക്കറങ്ങി കണ്ട് തിരിച്ച് അവരുടെ ഹോട്ടലിലേക്ക് പോകാൻ നോക്കുമ്പോൾ വാഹനങ്ങളൊന്നുമില്ല. അപ്പോൾ പറയാം, ഒരു താടി വെച്ച ഒരു കറുത്ത മനുഷ്യൻ, ഒരു വയോധികൻ ഞങ്ങളെ വന്ന് പരിചയപ്പെട്ടു. ഞങ്ങളെ അയാളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു. വേറെ വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. ഉള്ളിൽ അയാളെ കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു താടി വെച്ച ആളെ കാണുമ്പോഴുള്ള എല്ലാ ധാരണപ്പിഴവുകളും ഉണ്ടായിരുന്നു. അയാൾക്കറിയുന്ന ഇംഗ്ലീഷിലെ വാചകങ്ങൾ കൂട്ടിച്ചേർത്ത് വെച്ച് അയാൾ ആംഗ്യങ്ങളിലൂടെ അല്ലാതെയൊക്കെ ഞങ്ങളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മരത്തിൽ നിന്ന് കരിയിലകൾ വീഴും പോലെ അയാളെക്കുറിച്ചുള്ള എൻ്റെ ഊഹങ്ങളുടെ ലോകം പതിയെ ഇല്ലാതായി. വീട്ടിൽ ചെന്നപ്പോൾ അയാൾ എത്രമാത്രം ദരിദ്രനാണെന്ന് അയാളുടെ കുടിൽ കണ്ടപ്പോൾ മാത്രമല്ല, വീട്ടിലുള്ള ഭക്ഷണത്തിൽ നിന്ന്, ഞങ്ങളുടെ മുന്നിൽ വിളമ്പി വെച്ച ആ ഭക്ഷണപാത്രത്തിൽ നിന്ന് അയാളുടെ ദാരിദ്ര്യത്തിൻ്റെ ആഴം എനിക്ക് കിട്ടി. രാത്രി എനിക്കും എൻ്റെ ഭാര്യയ്ക്ക് ഉറങ്ങാൻ അയാൾ ഒരു ഇടം തന്നു. ഞങ്ങളവിടെ കിടന്നുറങ്ങി. രാവിലെ നേരത്തെ എണീറ്റ് കുളിക്കാനും ഫ്രഷാകാനും വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ വീട്ടുമുറ്റത്തെ മരത്തിൻ്റെ ചുവട്ടിൽ ഈ മുലകുടിപ്രായത്തിലുള്ള കുഞ്ഞിനെ തട്ടത്തലക്കൽ ചുറ്റിയിട്ട് മാറിടത്തിലേക്ക് ചേർത്ത് പിടിച്ച് അയാളുടെ ഭാര്യയും അരികത്ത് അയാളും ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു അയാളോട്, വാട്ട് ആർ യു ഡൂയിങ് മാൻ? ഓ മനുഷ്യ, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? അതിനയാൾ തന്ന ഉത്തരം, ഞങ്ങളുടെ വീട്ടിലൊരു റൂമേ ഉള്ളൂ, നിങ്ങൾ ഞങ്ങളെ ഗസ്റ്റാണല്ലോ, ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളെ ആതിഥ്യ മര്യാദകൾ പഠിപ്പിച്ചിട്ടുണ്ട്, ആ ആതിഥ്യ മര്യാദയുടെ ഭാഗമായി അത് നിങ്ങൾക്ക് തന്നതാണ്. അന്ന് എൻ്റെ ഭാര്യ പറഞ്ഞു, നമ്മൾ യഥാർത്ഥ മുസ്ലിങ്ങളെ കണ്ടിട്ടില്ല, നമ്മളെ കേട്ട ഇസ്ലാം യഥാർത്ഥ ഇസ്ലാമല്ല. അവിടെ നിന്നാണ് അവർ പഠിക്കുന്നത്. അയാളെ ഇസ്ലാം സ്വീകരിക്കുന്നത്, അയാളെ 80,000-ത്തോളത്തിലധികം ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്ന ഒരു സെന്ററിന്റെ ഒരു ഇസ്ലാമിക പ്രബോധന കേന്ദ്രത്തിന്റെ ആളായി മാറുന്നത്. യൂട്യൂബിൽ ആ വീഡിയോ കിടക്കുന്നുണ്ട് കേട്ടോ. വീഡിയോയുടെ പുറമെ അയാളെ കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫുൾ ഡീറ്റെയിൽസ് ഡാറ്റ ഒക്കെ നമുക്ക് കിട്ടും.